പ്രിയരെ നമസ്കാരം. നമ്മുടെ ഗവർണർ അദ്ദേഹം ഒരു സൂപ്പർമാനാണെന്ന് പറയാതെ വയ്യ. ഞാനിന്ന് നിങ്ങളിലേക്ക് പകർന്നു തരുന്നതും നമ്മളുടെ ഗവർണർ ശ്രീ ആരിഫ് ഖാനെക്കുറിച്ചുള്ള ഏതാനും വിവരങ്ങൾ. കടുവയെ പിടിച്ച കിടുവ, അതാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വിഷയം. നമ്മുടെ ഈ സമീപകാലത്ത് ഒക്കെ നോക്കിയാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കഴിഞ്ഞിടെയാണ് പാതവക്കിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം. അത് കൃത്യമായി പറഞ്ഞാൽ കസാലയിലിരിപ്പെന്ന് പറയാം. ഗവർണറുടെ നടപടി കേരളത്തിൻ്റെ സമര പാരമ്പര്യത്തിൻ്റെ ഐതിഹാസികമായ വിജയം തന്നെയായിരുന്നു. സമരസ്നേഹികളായ എല്ലാ മലയാളികളും അതിൽ അഭിമാനിക്കാൻ വകയുണ്ട്. അപ്പോൾ മലയാളികൾക്കെല്ലാം തന്നെ അതൊരു അഭിമാന നിമിഷമായിരുന്നു എന്ന് വേണം ചിന്തിക്കാനായിട്ട്. എന്താണ് കാരണം? അദ്ദേഹം വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുള്ള സമരമുറകളെ അംഗീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല അതിലൊന്ന് നമുക്കെതിരെ പ്രയോഗിച്ചു നമ്മെ തോൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹീസ് എ സൂപ്പർമാൻ. കേട്ടിട്ടില്ലേ? നാടോടുമ്പോൾ നടുവേ ഓടുക. അതുപോലെ തന്നെ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാലോ ചേരയുടെ നടുമുറി തിന്നുക. ഇതെല്ലാം പഴഞ്ചൊല്ലുകളാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകളൊന്നും ഗവർണർ കേട്ടിരിക്കാൻ വഴിയില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായി അത് ചെയ്തിരിക്കുകയാണ്. മലയാളികൾക്കിടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അദ്ദേഹം മുണ്ടെടുത്തത് കൊണ്ട് മാത്രം പോരാ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുണ്ടെടുത്തത് കൊണ്ട് മാത്രം മതിയാവില്ല ഈ ഒരു നാട്ടിൽ പിടിച്ചു നിൽക്കണമെന്നത് അദ്ദേഹത്തിന് തോന്നിക്കണം. അതിന് മലയാളിയെപ്പോലെ തന്നെ ചിന്തിക്കുകയും പെരുമാറുകയും വേണം എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിലെ രഹസ്യം എന്ന് തന്നെ പറയാം. നമ്മുടെ പ്രിയപ്പെട്ട മുദ്രാവാക്യം അദ്ദേഹം സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി. സമരമെങ്കിൽ സമരം തന്നെ. പഴഞ്ചൊല്ലിൻ്റെ അമിത പ്രയോഗമായേക്കാമെങ്കിലും ഇതുകൂടി പറയട്ടെ, കടുവയെ പിടിച്ച കിടുവ. അതാണ് ഞാൻ പറഞ്ഞത്, കടുവയെ പിടിച്ച കിടുവ. അതാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കല്ലേറും തീവയ്പും മുതൽ ശയനപ്രദക്ഷിണവും മരക്കൊമ്പിൽ കയറിയുള്ള ആത്മഹത്യാ പ്രഖ്യാപനവും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സമരമുറകൾ നമ്മുടെ മലയാളികൾ നടത്തിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അതിലൊക്കെ എത്രയോ ലഘുവായ മാർഗമാണ് ഗവർണർ സ്വീകരിച്ചത് എന്നതാണ് ആശ്വാസജനകം. കോടിക്കണക്കിന് മലയാളികളെ പോലെ ആയിരക്കണക്കിന് സമരങ്ങൾക്ക് നേരിട്ടും അല്ലാതെയും വിധേയനായിട്ടുള്ള ഒരു പൗരനായ പല ലേഖകന്മാരും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുണ്ടാവാം. അപ്പോൾ ഗവർണർ നടത്തിയ സമരത്തിൽ വളരെയധികം പ്രശംസനീയമായി തോന്നിയതെന്താ? തൻ്റെ സമരം കൊണ്ട് കച്ചവടം തടസ്സപ്പെട്ട കച്ചവടക്കാരന് അദ്ദേഹം പോകുമ്പോഴോ 1000 രൂപ നഷ്ടപരിഹാരവും നൽകിയിട്ടാണ് തിരിച്ചു പോയത്. അതും ഒരു വലിയ മഹാമനസ്കത തന്നെ എന്ന് നാം പറയേണ്ടി വരും അല്ലേ? പിന്നെയോ ഇവിടെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ കേരള രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. കാരണം സമരങ്ങൾ മൂലം പ്രതിദിനം എന്നവണ്ണം കച്ചവടം തടസ്സപ്പെടുത്തലിനും മാത്രമല്ല കട തല്ലി തകർക്കലിനും വിധേയരാകുന്ന കേരളത്തിലെ 1000 കച്ചവടക്കാർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി 10 രൂപ പോലും കൊടുത്തതായിട്ട് കേട്ടിട്ടില്ല. അവിടെയാണ് നമ്മുടെ സൂപ്പർമാൻ ഗവർണറാകുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവർണറുടെ നടപടിയോട് നമുക്ക് ബഹുമാനമാണ് തോന്നിയത്. ഗവർണറുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കിയാൽ ആ നഷ്ടപരിഹാരം കുറച്ചുകൂടി ആകാമായിരുന്നു. പക്ഷേ അതൊരു കീഴ്വഴക്കമായാലോ എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കച്ചവടക്കാരന് 1000 രൂപ കൊടുത്തു അദ്ദേഹം പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നാം അഭിനന്ദിക്കുക തന്നെ വേണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാളി രാഷ്ട്രീയക്കാരെ പൂർണ്ണമായി അനുകരിച്ചുകൊണ്ട് അദ്ദേഹം നടു റോഡിൽ കുത്തിയിരുന്നില്ലല്ലോ. അതും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആയിരക്കണക്കിന് സ്കൂൾ കുട്ടികളുടെയും ജോലിക്കാരുടെയും അതുപോലെ തന്നെ തീവണ്ടി വിമാനയാത്രക്കാരുടെയും ആശുപത്രിയിൽ പോക്കുകാരുടെയും ഒക്കെ നന്ദി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഗവർണറുടെ പ്രക്ഷോഭത്തിന് ഏറ്റവും ശ്രദ്ധേയമായ വശം എന്താണ്? അതിനുണ്ടായ തത്സമയ ഫലപ്രാപ്തി തന്നെയായിരുന്നു എന്ന് പറയാം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരുന്നിട്ട് പലതരത്തിലെ സമരം വിജയിപ്പിക്കാൻ കഴിയാതെ വന്നിട്ടുള്ള പല സമരമുറകളും പല ആളുകളും ഒക്കെ നമ്മുടെ മുന്നിൽ അനുഭവ സമ്പത്തുമായിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സാധാരണ മലയാളി കുത്തിയിരിപ്പുകാരന് ഇത്തരമൊരു ഫലപ്രാപ്തി എത്രയും പെട്ടെന്ന് കിട്ടുമോ? അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ സാധാരണക്കാരൻ 0 എന്നാൽ VIP അപ്പോൾ VIP എന്ന് വിശേഷിപ്പിക്കുന്നവരാണെങ്കിലോ അതിവിശിഷ്ട അവകാശങ്ങളുടെ ഉടമയാണ്.
പൗരന്മാരെല്ലാവരും ഒരുപോലെ ആയിരിക്കണം, നിയമം എല്ലാ പൗരന്മാർക്കും ഒരുപോലെയാണ് എന്നൊക്കെയാണ് ഭരണഘടന പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അനുഭവത്തിലേക്ക് കടക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. കാരണം VIP എന്ന് പറയുന്ന ആളുകൾക്ക് കിട്ടുന്ന അവകാശങ്ങളും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ എല്ലാം നിയമത്തിൻ്റെ ആ ഒരു പിൻബലം കൂടും. അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ചൊൽപ്പടിക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കാൻ പറ്റും. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, ഇങ്ങനെ ഒരു മലയാളി സാധാരണക്കാരനുമായ ഒരാളാണ് ഇങ്ങനെ കുത്തിയിരുന്നതെങ്കിലോ തഥൈവ ഇത്തരം ഒരു ഫലപ്രാപ്തി കിട്ടുമോ? സംശയമാണ് അല്ലേ? അപ്പോൾ സാധാരണക്കാരൻ പൂജ്യമാകും, VIP വിശിഷ്ടനുമാകും. അതിവിശിഷ്ട അവകാശങ്ങളും അതിൻ്റെ ഉടമകളുമായി മാറും VIP-കൾ. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന VIP-കൾ ഇല്ല തന്നെ എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. അവിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വിജയം എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർമാനായ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റി നോക്കുമ്പോൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കുഴഞ്ഞുമറിഞ്ഞ കളരിയിൽ രാഷ്ട്രീയ തന്ത്രങ്ങളും സമരതന്ത്രങ്ങളും ഒന്നാന്തരമായി പരിശീലിച്ചിട്ടുള്ള ശുദ്ധ രാഷ്ട്രീയ ജീവി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുവാനായിട്ട് ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യമായി പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 3 മണിക്കൂർ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ ഇരുന്നു. വേണമെങ്കിൽ ആ സമയത്ത് ജോലി സംബന്ധമായി എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് അവിടെ അത് ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മുടെ മുന്നിൽ അദ്ദേഹം മറ്റൊരു സമരമുറ പ്രയോഗിച്ച് നമ്മളുടെ മുന്നിൽ കാട്ടിത്തന്നു. ആ നിമിഷം തന്നെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ പോലീസുകാരെ കൊണ്ട് അതിൻ്റെ പ്രാധാന്യം എന്താണോ ആ വകുപ്പിൻ പ്രകാരം തന്നെ SFI കളിച്ച പിള്ളേരെ അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വിചാരിച്ച പോലെ നിയമത്തെ ഉപയോഗിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ വിജയം എന്നതുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്താൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് നിങ്ങളുടെ ലൈക്ക്, പിന്തുണ, അതുപോലെ സബ്സ്ക്രിപ്ഷൻ എല്ലാം തന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ സൂപ്പർമാൻ. ഓക്കേ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.